നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ. ഇന്നത്തെ പ്രധാന നിയമവിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രതികൾക്ക് ശിക്ഷ നിശ്ചയിക്കാൻ വ്യക്തമായ മാനദണ്ഡങ്ങളുള്ള ശിക്ഷാ നിയമം വേണമെന്നും ജഡ്ജിയുടെ ഇഷ്ടപ്രകാരം വിധിക്കുന്ന രീതി മാറണമെന്നും സുപ്രീം കോടതി. ശിക്ഷാനയം രൂപീകരിക്കുന്നതിന് പ്രത്യേക കമ്മീഷൻ രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. ഇതിനായി സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കി 6 മാസത്തിനകം സത്യവാങ്മൂലം സമർപ്പിക്കണം. ജസ്റ്റിസുമാരായ എം സുന്ദരേഷ്, SVN ഭട്ടി എന്നിവരുടെ ബെഞ്ചിൻ്റേതാണ് സുപ്രധാനമായ നിർദ്ദേശം. ബീഹാറിൽ വിചാരണ കോടതി വധശിക്ഷ വിധിച്ച പോക്സോ കേസിൽ ഹൈക്കോടതി പുനർവിചാരണയ്ക്ക് ഉത്തരവിടുകയും ജഡ്ജിക്കെതിരെ നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ ജഡ്ജി നൽകിയ അപ്പീൽ തള്ളിയാണ് രാജ്യത്തെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിൽ തന്നെ വഴിത്തിരിവാകുന്ന നിർദ്ദേശങ്ങൾ സുപ്രീം കോടതി നൽകിയത്. പോക്സോ കേസിൽ വിചാരണ പൂർത്തിയായ അന്ന് തന്നെ ജഡ്ജി വധശിക്ഷ വിധിക്കുകയായിരുന്നു. പ്രതിഭാഗത്തിന് വാദങ്ങൾ ഉന്നയിക്കാൻ ജഡ്ജി സമയം പോലും നൽകിയില്ലെന്ന ആരോപണവും ഉയർന്നു. നിയമത്തിൽ പറയുന്ന ശിക്ഷകളിൽ ഏത് നൽകണമെന്ന് ജഡ്ജിയുടെ ഇഷ്ടത്തിന് തീരുമാനിക്കുന്ന സമ്പ്രദായം അവസാനിപ്പിക്കണമെന്നാണ് ബെഞ്ച് അഭിപ്രായപ്പെട്ടത്. ഇപ്പോൾ എത്രത്തോളം ശിക്ഷ വിധിക്കണമെന്നത് ജഡ്ജിയുടെ മനോഗതം അനുസരിച്ചാണ്. പ്രത്യേകമായ മാനദണ്ഡമോ മാർഗരേഖയോ നിയമവുമില്ല. ഈ രീതിയിൽ സമൂലമായ മാറ്റം വരണമെന്നാണ് സുപ്രീം കോടതിയുടെ നിലപാടെന്നും ഉത്തരവിൽ വ്യക്തമാക്കി. ശിക്ഷാ പ്രഖ്യാപനം ഭാഗ്യപരീക്ഷണം പോലെയാകരുതെന്നും അതിവേഗമെടുക്കുന്ന തീരുമാനമാകരുതെന്നും അന്യായമായ തീരുമാനം ന്യായമായ വിചാരണയ്ക്കും നീതിക്കും എതിരാണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. ശിക്ഷ വിധിക്കുമ്പോൾ പാലിക്കേണ്ട വ്യവസ്ഥകൾ സംബന്ധിച്ച് നയമോ നിയമമോ ഇല്ലാത്തതിനാൽ തോന്നുംപടിയാണ് ഇപ്പോൾ ശിക്ഷാ പ്രഖ്യാപനം. സമ്പന്നമായ ജീവിത പശ്ചാത്തലമുള്ള ജഡ്ജിയുടെ അതേ വിധിയായിരിക്കില്ല ചെലവ് കുറച്ച് ജീവിക്കുന്ന ജഡ്ജിയുടേത്. സ്ത്രീ പുരുഷ ന്യായാധിപന്മാരുടെയും വിധികൾ വ്യത്യാസപ്പെടാം. ഏകീകൃത സ്വഭാവമുണ്ടാകില്ല. ശിക്ഷയ്ക്ക് അടിസ്ഥാനമെന്തെന്ന് സമൂഹം അറിയണമെന്നും അതിനായി മാർഗരേഖ അത്യാവശ്യമാണെന്നും സുപ്രീം കോടതി ഉത്തരവിൽ കൂട്ടിച്ചേർത്തു. ലൈംഗികാതിക്രമ കേസിലെ ഇരയും പ്രതിയുമായി വിവാഹം നടന്ന സാഹചര്യത്തിൽ പ്രതിയുടെ ശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കി. തെലങ്കാനയിലെ കേസിലാണ് ജസ്റ്റിസുമാരായ BR ഗവായി, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ നടപടി. ലൈംഗികാതിക്രമണം, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി തെലങ്കാന ഹൈക്കോടതി 3 മാസം തടവാണ് ശിക്ഷ വിധിച്ചിരുന്നത്. സുപ്രീം കോടതിയിൽ അപ്പീൽ പരിഗണനയിലിരിക്കെ 2023 ഓഗസ്റ്റിൽ ഇരുവരും ആചാരപ്രകാരം വിവാഹിതരായി. ഇക്കാര്യം സുപ്രീം കോടതി കണക്കിലെടുക്കുകയായിരുന്നു. സംഭവശേഷവും ഇരുവരും തമ്മിൽ ബന്ധമുണ്ടായിരുന്നുവെന്നാണ് വിവാഹത്തിലൂടെ മനസ്സിലാക്കുന്നതെന്നും സുപ്രീം കോടതി ഉത്തരവിൽ കൂട്ടിച്ചേർത്തു. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ 3 ക്രിമിനൽ നിയമങ്ങൾക്കെതിരെ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി സുപ്രീം കോടതിയുടെ അവധിക്കാല ബെഞ്ച് തള്ളി. അഭിഭാഷകനായ വിശാലം തിവാരി സമർപ്പിച്ച ഹർജിയിൽ ജസ്റ്റിസുമാരായ ബേലായം ത്രിവേദി, പങ്കജ് മിത്തർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വാദം കേട്ടത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരമായി ഭാരതീയ ന്യായ സംഹിതയും ക്രിമിനൽ നടപടിക്രമം മാറ്റി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും തെളിവ് നിയമത്തിന് പകരം ഭാരതീയ സാക്ഷ്യ ബില്ലുമാണ് കേന്ദ്രം കൊണ്ടുവന്നത്. പാർലമെന്റിൽ കാര്യമായ സംവാദം നടന്നില്ലെന്ന് ഹർജിയിൽ പറഞ്ഞിരുന്നു. ബില്ലുകൾക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു കഴിഞ്ഞ ഡിസംബർ 25 അംഗീകാരം നൽകിയിരുന്നു. 3 നിയമങ്ങളും ജൂലൈ 1 മുതൽ നിലവിൽ വരുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ സമാനമായ മറ്റൊരു ഹർജിയും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് തള്ളിയിരുന്നു. അതേസമയം അവ തയ്യാറാക്കിയിരിക്കുന്നത് വേണ്ടത്ര ഗൗരവം നൽകാതെയാണെന്ന് ബെഞ്ചിലംഗമായിരുന്ന ജസ്റ്റിസ് പങ്കജ് മിത്തൽ വാക്കാൽ നിരീക്ഷിച്ചു. ഭരണഘടനാ ബെഞ്ചിന്റെ വിധി കുറഞ്ഞ അംഗബലമുള്ള ബെഞ്ചുകൾക്കും ബാധകമാണെന്ന് സുപ്രീം കോടതി. ഹരിയാനയിൽ പഞ്ചായത്തുകൾ ഏറ്റെടുത്ത ഭൂമിയുമായി ബന്ധപ്പെട്ട് 2022 ഏപ്രിൽ 7 സുപ്രീം കോടതിയുടെ 2-അംഗ ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവ് തിരിച്ചു വിളിച്ചുകൊണ്ടാണ് നിർണായക നിരീക്ഷണം നടത്തിയത്. ഉടമകൾ കൈവശം വെച്ച പരിധിയിലധികമുള്ള ഭൂമി ഹരിയാന ഭൂ നിയമപ്രകാരം പഞ്ചായത്തുകൾ പൊതു ആവശ്യത്തിനായി ഏറ്റെടുത്തിരുന്നു. ഈ ഭൂമിയിൽ പൊതു ആവശ്യത്തിന് ഉപയോഗിച്ച ശേഷം മിച്ചം വന്ന ഭൂമി ഉടമകൾക്ക് തിരിച്ചു നൽകുകയോ പഞ്ചായത്ത് വിൽപ്പന നടത്തുകയോ ചെയ്തു. ഈ നടപടി ശരിവെച്ചുള്ള പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതി വിധിക്കെതിരെ സമർപ്പിച്ച അപ്പീൽ പരിഗണിച്ചാണ് സുപ്രീം കോടതി 2022 വിധി പറഞ്ഞത്. മിച്ചം വന്ന ഭൂമി വിൽപ്പന നടത്താനോ ആദ്യത്തെ ഉടമകൾക്ക് തിരിച്ചു നൽകാനോ പഞ്ചായത്തുകൾക്ക് അധികാരമില്ലെന്നായിരുന്നു അന്നത്തെ വിധിയിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയത്.
ഏറ്റെടുത്ത ഭൂമിയിൽ പഞ്ചായത്തുകൾക്ക് ഉടമസ്ഥാവകാശമില്ലെന്നും നിയന്ത്രണാധികാരം മാത്രമാണുള്ളതെന്നും പൊതു ആവശ്യത്തിന് ഉപയോഗിച്ച ശേഷം ഭൂമി മിച്ചം വന്നാൽ അത് ഭാവിയിലെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാമെന്നും ബെഞ്ച് അഭിപ്രായപ്പെട്ടിരുന്നു. ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ ഉടമകളും പഞ്ചായത്തുകളും വിൽപ്പന നടത്തിയ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി തിരിച്ചെടുക്കാൻ ഹരിയാന സർക്കാർ നടപടി സ്വീകരിച്ചിരുന്നു. 2022 രണ്ടംഗ ബെഞ്ചിന്റെ വിധി പുനഃപരിശോധിക്കണമെന്ന ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ഇടപെടൽ. 1966 ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി വിധി പറഞ്ഞത്. അപ്പീൽ പരിഗണിച്ചപ്പോൾ 1966 വിധിയെ ഹൈക്കോടതി ആശ്രയിച്ചത് എന്തുകൊണ്ട് തെറ്റായെന്ന് സുപ്രീം കോടതി ബെഞ്ച് പറയണമെന്നായിരുന്നുവെന്ന് ജസ്റ്റിസുമാരായ BR ഗവായി, സന്ദീപ് മേത്ത എന്നിവരുടെ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഭരണഘടനാ ബെഞ്ചിന്റെ വിധി മറ്റു ബെഞ്ചുകൾക്കും ബാധകമാണെന്ന് പറയാൻ പ്രത്യേക നിയമത്തിന്റെ ആവശ്യമില്ല. 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി 2 അംഗ ബെഞ്ച് അവഗണിക്കാൻ പാടില്ലായിരുന്നു. 2022 ഉത്തരവ് പിൻവലിച്ച സുപ്രീം കോടതി ഹൈക്കോടതി വിധിക്കെതിരായ അപ്പീൽ ഓഗസ്റ്റ് 7 പരിഗണിക്കുമെന്നും അറിയിച്ചു. ഭക്ഷ്യവസ്തുക്കളിൽ അമിത അളവിൽ കീടനാശിനിയുടെ സാന്നിധ്യമുണ്ടെന്നുള്ള റിപ്പോർട്ടുകളിൽ കേന്ദ്രത്തിനും ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്കും നോട്ടീസ് അയച്ച് സുപ്രീം കോടതി. ഭക്ഷ്യവിളകളിലും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിലും അമിത അളവിൽ രാസകീടനാശിനി കണ്ടെത്തിയതിൽ ആശങ്ക അറിയിച്ച് സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ നടപടി. കേന്ദ്ര പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം, കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം, കേന്ദ്ര കാർഷിക മന്ത്രാലയം, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നിവയ്ക്കാണ് നോട്ടീസ് അയച്ചത്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസ് JB പർദിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങുന്ന ബെഞ്ചിൻ്റേതാണ് നടപടി. വിശ്വസനീയമായ തെളിവുകളും വ്യക്തമായ കാരണങ്ങളുമുണ്ടെങ്കിൽ മാത്രം ചരക്ക് സേവന നികുതിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ അറസ്റ്റ് ചെയ്താൽ മതിയെന്ന് സുപ്രീം കോടതി. കസ്റ്റംസ് നിയമം, ചരക്ക് സേവന നികുതി നിയമം എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളുടെ ഭരണഘടനാ സാധുതയും വ്യാഖ്യാനത്തെയും ചോദ്യം ചെയ്തുള്ള ഒരു കൂട്ടം ഹർജികളിലാണ് സഞ്ജീവ് ഖന്ന, MM സുന്ദരേശ്, ബേലായം ത്രിവേദി എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ നിരീക്ഷണം. അന്വേഷണം പൂർത്തിയാകാൻ ഒരാളെ അറസ്റ്റ് ചെയ്യണമെന്ന നിയമം പറയുന്നില്ലെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജുവിനോട് ബെഞ്ച് പറഞ്ഞു. കസ്റ്റംസ് നിയമത്തിലെയും GST നിയമത്തിലെയും വിവിധ വ്യവസ്ഥകൾ ചോദ്യം ചെയ്ത ഹർജിക്കാർ അറസ്റ്റ് വ്യവസ്ഥകൾ ദുരുപയോഗം ചെയ്തതായി ആരോപിച്ചു. GST നിയമത്തിന് കീഴിലുള്ള ഏതൊരു അറസ്റ്റും കേവലം സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കരുത്, മറിച്ച് കൃത്യമായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലും ശരിയായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണമെന്നും മെയ് 9 സുപ്രീം കോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചിരുന്നു. മഹാരാഷ്ട്രയിലെ എല്ലാ ജയിലുകളിലും തടവുകാർക്ക് അടുത്ത ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായോ വീഡിയോ കോൾ ചെയ്യാൻ സൗകര്യമൊരുക്കണമെന്ന് ബോംബെ ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇക്കഴിഞ്ഞ മാർച്ച് 22 മഹാരാഷ്ട്ര സർക്കാർ ഇത്തരത്തിലൊരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ജയിലുകളിൽ ഇത് നാളിതുവരെ നടപ്പാക്കിയിട്ടില്ല. ഇതിനെതിരെ പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് എന്ന സംഘടന നൽകിയ പൊതു താൽപര്യ ഹർജി പരിഗണിച്ചാണ് ചീഫ് ജസ്റ്റിസ് ദേവേന്ദ്രകുമാർ ഉപാധ്യായ, ജസ്റ്റിസ് ആരിഫ എസ് ഡോക്ടർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത്. 2016 മാതൃകാ ജയിൽ ചട്ടം ഈ രീതിയിലുള്ള സൗകര്യങ്ങൾ തടവുകാർക്ക് കൂടി നൽകണമെന്ന് നിഷ്കർഷിച്ചിരുന്നു. ഇതുകൂടി കോടതി പരിഗണിച്ചു. മാതൃകാ ജയിൽ ചട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ കഴിഞ്ഞ മാർച്ചിൽ ഇത് സംബന്ധിച്ച പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. എന്നാൽ ആഴ്ചകൾ പലത് കഴിഞ്ഞിട്ടും ജയിൽ അധികൃതർ ഇതിനുവേണ്ട നടപടികൾ എടുത്തിട്ടില്ലെന്ന് പരാതിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷക റെബേക്ക ഗോൺസാൽവോസ് ചൂണ്ടിക്കാട്ടി. അല്ലൻ ഗ്രൂപ്പ് സ്മാർട്ട് കാർഡ് ഫോൺ സേവനം ഇതിനായി ഉപയോഗപ്പെടുത്താവുന്നതാണെന്ന് നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. 6 മിനിറ്റ് വീതം ആഴ്ചയിൽ 3 തവണ തടവുകാർക്ക് വീഡിയോ കോൾ ചെയ്യാവുന്നതാണെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കി. 1 മിനിറ്റിന് ₹1 നിരക്കിൽ ഇതിന് ഈടാക്കാം. സ്മാർട്ട് കാർഡ് സേവനം ലഭ്യമാകാത്ത പ്രദേശങ്ങളിൽ അതാത് ജയിൽ സൂപ്രണ്ടുമാർ വേണ്ട സൗകര്യം ഏർപ്പെടുത്തണം. ആഴ്ചയിൽ ഒരിക്കൽ തടവുകാർക്ക് ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ അഭിഭാഷകനെയോ നേരിട്ട് കാണാവുന്നതാണെന്നും സർക്കാർ വിജ്ഞാപനത്തിൽ പറയുന്നു. പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയെന്ന കേസിൽ പ്രതി ആസാം സ്വദേശി അമീറുൽ ഇസ്ലാമിൻ്റെ വധശിക്ഷ ഹൈക്കോടതി ശരിവെച്ചു. അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കേസാണിത് എന്ന് വിലയിരുത്തിയ ഡിവിഷൻ ബെഞ്ച് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ DNA പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകൾ അംഗീകരിച്ചാണ് ശിക്ഷ ശരിവെച്ചത്. രാജ്യത്തെ നടുക്കിയ ഡൽഹി നിർഭയ കേസിലെ വസ്തുതകളോട് സാമ്യമുള്ള കേസാണിതെന്നും വധശിക്ഷ നൽകുന്നത് സമൂഹം അംഗീകരിക്കുമെന്നും അഭിപ്രായപ്പെട്ട ജസ്റ്റിസ് PB സുരേഷ് കുമാർ, ജസ്റ്റിസ് S മനു എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് അമീറുൽ ഇസ്ലാമിൻ്റെ അപ്പീൽ തള്ളി. സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചാൽ ഹൈക്കോടതി അനുമതിക്കായി നൽകുന്ന ഡെത്ത് സെന്റൻസ് റിവ്യൂവും പരിഗണിച്ചാണ് ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി. സാഹചര്യ തെളിവുകൾ മാത്രമുള്ള കേസിൽ പെൺകുട്ടിയുടെ വസ്ത്രത്തിലും ശരീരത്തിലും നിന്നും കുറ്റകൃത്യം നടന്ന വീട്ടിൽ നിന്നും പ്രതിയുടെ രക്തക്കറയും ഉമിനീരിൻ്റെ അംശവും കണ്ടെത്തിയത് നിർണായക തെളിവായി. കൂടാതെ സാക്ഷിമൊഴിയും കണക്കിലെടുത്തു. രക്തമുറഞ്ഞു പോകുന്ന കൊല എന്നാണ് കോടതി അഭിപ്രായപ്പെട്ടത്. ബലാത്സംഗത്തിലുള്ള ശ്രമം പെൺകുട്ടി നിരന്തരം ചുരത്തപ്പോൾ പ്രതികാരദാഹത്തോടെ
പരിക്കേൽപ്പിക്കുക മാത്രമല്ല മൃഗീയമായി സ്വകാര്യ ഭാഗങ്ങളിലടക്കം കത്തികൊണ്ട് മാരകമായി മുറിവേൽപ്പിക്കുകയും ആന്തരാവയവങ്ങൾ വലിച്ചു പുറത്തിടേക്കിടുകയും ചെയ്തു. സമൂഹത്തെ ഞെട്ടിക്കുന്ന മൃഗീയമായ കൊലയാണിതെന്നും കോടതി പറഞ്ഞു. 2016 ഏപ്രിൽ 28 പെരുമ്പാവൂർ കുറുപ്പംപടിയിൽ പുറമ്പോക്കിലെ അടച്ചുറപ്പില്ലാത്ത വീടിനുള്ളിൽ നിയമവിദ്യാർത്ഥിനി അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടത്. പ്രതിക്ക് വധശിക്ഷയും ബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾക്ക് ജീവപര്യന്തത്തിന് പുറമെ 18 വർഷം കഠിന തടവും 91,000 രൂപ പിഴയുമാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ചത്. സർക്കാരിന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ NK ഉണ്ണികൃഷ്ണൻ ഹാജരായി. മസാല ബോണ്ട് കേസിൽ മുൻ ധനകാര്യമന്ത്രി TM തോമസ് ഐസക്കിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ അപ്പീൽ ഹർജി തുടരേണ്ടതില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. തോമസ് ഐസക്കിനെ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ചോദ്യം ചെയ്യേണ്ടതില്ലെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ അപ്പീലാണ് തീർപ്പാക്കിയത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനാൽ ഹർജി തുടരുന്നതിൽ കാര്യമില്ലെന്ന് ചീഫ് ജസ്റ്റിസ് AJ ദേശായി, ജസ്റ്റിസ് VG അരുൺ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. തുടർച്ചയായി സമൻസ് അയക്കുന്നത് ചോദ്യം ചെയ്ത് തോമസ് ഐസക്കും കിഫ്ബിയും നൽകിയ ഹർജികൾ സിംഗിൾ ബെഞ്ച് ബുധനാഴ്ച പരിഗണിക്കും. ജാമ്യം ലഭിച്ച വ്യക്തിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നാൽ ജാമ്യം നൽകിയ കോടതിക്ക് തന്നെ അത് റദ്ദാക്കാമെന്ന് സുപ്രീം കോടതി. ജാമ്യം ദുരുപയോഗം ചെയ്തിട്ടില്ലെങ്കിലും കുറ്റാരോപിതർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ അതേ കോടതിക്ക് തന്നെ ജാമ്യം റദ്ദാക്കാമെന്ന് ജസ്റ്റിസ് ഹിമ കോഹ്ലിയുടെ ബെഞ്ച് നിരീക്ഷിച്ചു. ഗുരുതര കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതികൾ നിരവധി ഘട്ടങ്ങൾ കണക്കിലെടുക്കണം. ആരോപണങ്ങളുടെ ഗൗരവം, കുറ്റകൃത്യം ചെയ്തിട്ടുള്ള രീതി, കുറ്റകൃത്യത്തിൻ്റെ ഗുരുതര സ്വഭാവം, കുറ്റാരോപിതരുടെ ക്രിമിനൽ പശ്ചാത്തലം, ജാമ്യത്തിലിറങ്ങി കുറ്റം ആവർത്തിക്കാനുള്ള സാധ്യത, ജാമ്യത്തിലിറങ്ങിയാൽ കേസിൻ്റെ തുടർ നടപടി തടയാനുള്ള സാധ്യത തുടങ്ങിയ ഘടകങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കണമെന്നും സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. ക്രിമിനൽ കോടതിയലക്ഷ്യ കേസിൽ KPCC പ്രസിഡന്റ് K സുധാകരൻ ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായി. നേരിട്ടെത്തി വിശദീകരണം നൽകാൻ കോടതി നിർദ്ദേശിച്ചതിനാലാണ് കഴിഞ്ഞ ദിവസം ജസ്റ്റിസുമാരായ അനിൽ K നരേന്ദ്രൻ, G ഗിരീഷ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന് മുമ്പിൽ ഹാജരായത്. വിശദീകരണം നൽകാൻ സുധാകരൻ കൂടുതൽ സമയം തേടി. 4 ആഴ്ചക്കകം വിശദീകരണം സമർപ്പിക്കാൻ നിർദ്ദേശിച്ച് ഹർജി പിന്നീട് പരിഗണിക്കാനായി മാറ്റി. കോൺഗ്രസ് പ്രവർത്തകൻ ഷുഹൈബ് 2018 കൊല്ലപ്പെട്ട സംഭവത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരുന്നു. തുടർന്ന് ഹൈക്കോടതിക്കെതിരെ സുധാകരൻ നടത്തിയ പരാമർശത്തിനെതിരെ അഡ്വക്കേറ്റ് ജനാർദ്ദന ഷേണായി നൽകിയ ഹർജിയാണ് കോടതിയലക്ഷ്യ നടപടി ഹൈക്കോടതി സ്വീകരിച്ചത്. കേസിന്റെ അന്വേഷണം സിംഗിൾ ബെഞ്ച് CBIക്ക് വിട്ടിരുന്നു. ഇതിനെതിരെ സർക്കാരിന്റെ അപ്പീലിൽ കേസ് സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ മതിയെന്ന് 2019 ഓഗസ്റ്റ് 2 ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. പിറ്റേന്ന് ചാവക്കാട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിലാണ് സുധാകരൻ കോടതിയലക്ഷ്യ പരാമർശം നടത്തിയത്. തൃണമൂൽ കോൺഗ്രസിനെതിരായ BJPയുടെ പരസ്യങ്ങൾ കൽക്കട്ട ഹൈക്കോടതി വിലക്കി. ഇത്തരം പരസ്യങ്ങൾ തടയാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷന് വൻ വീഴ്ച സംഭവിച്ചതായി കോടതി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് തൃണമൂൽ കോൺഗ്രസ് കോടതിയെ സമീപിച്ചത്. നിശബ്ദ പ്രചാരണ ദിവസങ്ങളിലാണ് തൃണമൂൽ നേതാക്കൾക്കെതിരെ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതും മതവൈരം വളർത്തുന്നതുമായ പരസ്യങ്ങൾ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചതെന്ന് തൃണമൂലിൻ്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. തൃണമൂൽ സനാതനധർമ്മത്തിനെതിരാണ് തുടങ്ങിയ തലക്കെട്ടുകളുമായി ഇറങ്ങിയ പരസ്യങ്ങൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാണെന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. പരാതികൾ ലഭിച്ചിട്ടും സമയത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടാത്തത് ഗുരുതരമായ വീഴ്ചയാണെന്ന് ജസ്റ്റിസ് സബ്യാസാജി ഭട്ടാചാര്യ പറഞ്ഞു. എന്നാൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി കൈമാറിയിട്ടുണ്ടെന്നും BJPക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും കമ്മീഷൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം പരാതിയിൽ തീരുമാനമെടുത്തിട്ട് എന്ത് കാര്യമെന്ന് കോടതി ചോദിച്ചു. പരാതിക്കാരനായ തൃണമൂൽ കോൺഗ്രസിൻ്റെ മാത്രമല്ല സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് എന്ന പൗരന്മാരുടെ അവകാശങ്ങളെ ലംഘിക്കുന്നതാണ് BJPയുടെ പരസ്യങ്ങളെന്നും കോടതി നിരീക്ഷിച്ചു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് പുറമെ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചട്ടങ്ങൾക്കും വിരുദ്ധമായ ഇത്തരം പരസ്യങ്ങൾ മാധ്യമങ്ങൾ ഒഴിവാക്കണമെന്നും കോടതി പറഞ്ഞു. ആസാമിലെ കരുതൽ തടങ്കൽ കേന്ദ്രങ്ങളിൽ പാർപ്പിച്ചിരിക്കുന്ന 17 വിദേശികളെ അവരവരുടെ രാജ്യത്തേക്ക് മടക്കി അയക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. അടിയന്തര നടപടിയെടുക്കാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശവും നൽകി. വിദേശികൾക്കെതിരെ രാജ്യത്ത് ക്രിമിനൽ കേസുകളില്ലാത്ത സാഹചര്യത്തിലാണിത്. 4 പേരെ 2 വർഷത്തിലേറെയായി ഇത്തരം കേന്ദ്രങ്ങളിൽ പാർപ്പിച്ചിരിക്കുന്നത് ജസ്റ്റിസ് അഭയ സോക്കെ അധ്യക്ഷനായ ബെഞ്ച് പരിഗണിച്ചു. സംസ്ഥാന ലീഗൽ സർവീസസ് അതോറിറ്റിയാണ് 17 പേരുടെ കരുതൽ തടങ്കൽ സംബന്ധിച്ച് സുപ്രീം കോടതിക്ക് റിപ്പോർട്ട് നൽകിയത്. വടകര കവർച്ചാ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി. BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. കള്ളപ്പണത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് എന്നായിരുന്നു ED ഹൈക്കോടതിയിൽ നേരത്തെ നൽകിയ വിശദീകരണം. ഇത് അംഗീകരിച്ചാണ് ആം ആദ്മി പാർട്ടി നൽകിയ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കർണാടകയിൽ നിന്ന് BJPക്ക് വേണ്ടി 3.5 കോടി രൂപ കേരളത്തിൽ എത്തിച്ചുവെന്നും ഇത് ദേശീയപാതയിൽ കൊടകരയിൽ വെച്ച് കവർച്ച ചെയ്യപ്പെട്ടുവെന്നും 3 വർഷം കഴിഞ്ഞിട്ട് അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല എന്നും ആരോപിച്ചായിരുന്നു ആം ആദ്മി പാർട്ടി ഹർജി നൽകിയത്.
മറ്റുള്ളവരുടെ അവകാശങ്ങളെയോ സ്വാതന്ത്ര്യങ്ങളെയോ ബാധിക്കാത്തടത്തോളം കാലം തനിക്ക് ശരിയെന്ന് തോന്നുന്ന ആചാര രീതികൾ പിന്തുടരാൻ ഏതൊരാൾക്കും അവകാശമുണ്ടെന്ന് മദ്രാസ് ഹൈക്കോടതി. വിശ്വാസ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് സ്വകാര്യതയ്ക്കുള്ള അവകാശത്തിന്റെ ഭാഗമെന്ന് ജസ്റ്റിസ് GR സ്വാമിനാഥന്റെ ബെഞ്ച് വ്യക്തമാക്കി. തമിഴ്നാട്ടിലെ കരൂരിൽ സദാശിവ ബ്രഹ്മേന്ദ്ര സമാധിയിൽ എച്ചിലിലയിൽ കിടന്ന് അംഗപ്രദക്ഷിണം നടത്താൻ അനുമതി തേടി P. നവീൻകുമാർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സന്യാസിയുടെ സമാധി ദിനത്തിൽ അനുയായികൾ അംഗപ്രദക്ഷിണം നടത്തുന്ന പതിവുണ്ട്. അതിഥികൾ ഭക്ഷണം കഴിച്ച ശേഷം ആ എച്ചിലിലയിൽ കിടന്നുരുണ്ടാണ് അംഗപ്രദക്ഷിണം. എച്ചിലിലയിൽ പ്രദക്ഷിണം ചെയ്യാൻ ആരെയും അനുവദിക്കരുതെന്ന് 2015-ൽ മദ്രാസ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് വിധിച്ചിരുന്നു. അതിനുശേഷം ഈ ചടങ്ങ് നടത്തിയിരുന്നില്ല. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനും പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കണമെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ചീഫ് പ്രോസിക്യൂട്ടർ കരീം ഖാൻ. ഗാസയിലെ ഹമാസ് നേതാവ് യാഹ്യ സിൻവാർ, ഇസ്മയിൽ ഹനിയ, ദയീഫ് എന്നിവർക്കെതിരെ നടപടി വേണമെന്ന് ഉത്തരവിലുണ്ട്. 2023 ഒക്ടോബർ 7 മുതൽ ഗാസയിലും മറ്റിടങ്ങളിലും തുടർന്ന യുദ്ധക്കുറ്റങ്ങളിലും കൂട്ടക്കൊലകളിലും ഇരുകൂട്ടർക്കും പങ്കുണ്ടെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞതായി അദ്ദേഹം വ്യക്തമാക്കി. ഇതാദ്യമായാണ് ഇസ്രായേലിനെതിരെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് നടപടിയിലേക്ക് നീങ്ങുന്നത്. പാലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങളെക്കുറിച്ച് കഴിഞ്ഞ 3 വർഷമായി ICJ ചീഫ് പ്രോസിക്യൂട്ടറുടെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണവും ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന വംശഹത്യയും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയാണ് ഇപ്പോഴത്തെ നടപടി. മനുഷ്യരാശിക്കെതിരായ കടന്നാക്രമണമാണ് നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിൽ ഗാസയിൽ നടക്കുന്നതെന്ന് കരീം ഖാൻ ചൂണ്ടിക്കാട്ടി. ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹമാസിനായതിനാലാണ് 3 നേതാക്കൾക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തത്. ചീഫ് പ്രോസിക്യൂട്ടർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ICJ ജഡ്ജിമാരുടെ പാനൽ വിധി പ്രസ്താവിക്കുക. ഇതോടുകൂടി ഇന്നത്തെ പ്രധാന നിയമവിശേഷങ്ങൾ അവസാനിക്കുന്നു. നമസ്കാരം.